ചാച്ച, കാനഡയിൽ കമ്പനി തുടങ്ങണമെന്ന് പറഞ്ഞു പോയിട്ട് എന്തായി അതിൻ്റെ കാര്യം? അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അത് പിന്നെ അവിടെ ഒന്നും നമുക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ഭയങ്കര എക്സ്പെൻസും മറ്റും കാര്യങ്ങളുമാണ്. ഞാൻ വിചാരിക്കുന്നത് നാട്ടിലെവിടെയെങ്കിലും ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെന്നാ. അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞു. ചാച്ചൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം എനിക്ക് കറങ്ങുന്ന കസേരയിൽ ഇരിക്കാൻ. അവൾ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി പറയുന്നത് കേട്ട് അവനും ചിരിച്ചു. അതിനെന്താ, നിനക്ക് എത്ര കറങ്ങുന്ന കസേര വേണം? ഞാൻ വാങ്ങിത്തരാലോ. അവൻ അവളുടെ മുഖത്ത് പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. ചാച്ചാ, ചാച്ചൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്നെ അവിടുത്തെ മാനേജർ ആക്കുമോ? അവൾ ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എടി, നിനക്ക് ഇത്രയും സ്വത്തുക്കളുള്ളപ്പോൾ പിന്നെ എന്തിനാ എൻ്റെ കമ്പനിയിൽ മാനേജർ? നിനക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങിക്കൂടെ? അവൻ അവളെ നോക്കി ചോദിച്ചു. ഓ, എനിക്ക് എവിടുന്ന ആ ചാച്ചാ സ്വത്തുക്കൾ? അപ്പച്ചൻ്റെ പാതിമുക്ക സ്വത്തും വലിയ ഒപ്പയ്ക്കല്ലേ. പിന്നെ ഈ വീട് മാത്രമല്ലേ ഉള്ളൂ എനിക്കും പപ്പയ്ക്കും ഒക്കെ. വലിയ ഒപ്പം 3 കോടി രൂപയുടെ വീടല്ലേ ജംഗ്ഷനിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഒപ്പം ഇവിടെ താമസിക്കുന്നു എന്ന് മാത്രം. ആ വീടിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ വലിയ ഒപ്പയും ആൻറ്റിയൊക്കെ അങ്ങോട്ട് പോയില്ലേ. ഞാനതല്ല ആലോചിക്കുന്നത്. സാധാരണ സ്വത്തുക്കൾ എഴുതുമ്പോൾ മക്കൾക്ക് എല്ലാവർക്കും ഒരുപോലെ വീതിച്ചല്ലേ കൊടുക്കേണ്ടത്. പക്ഷേ ഇവിടെ അപ്പച്ചനും അമ്മച്ചയും കൂടുതൽ സ്വത്ത് കൊടുത്തിരിക്കുന്നത് വലിയപ്പയ്ക്കാണ്. പിന്നെ ചാച്ചൻ്റെ മമ്മിക്കും. ശരിക്കും ചാച്ചൻ്റെ മമ്മിയെ കെട്ടിച്ചു വിട്ടപ്പോൾ എല്ലാം കൊടുത്തിട്ടല്ലേ വിട്ടത്. പിന്നെ ഇതിനെ മരിക്കുന്നതിന് മുമ്പ് അപ്പച്ചനും അമ്മച്ചിയും മാമിക്കും വലിയപ്പയ്ക്കും ഒക്കെ ഇത്രയും സ്വത്തുക്കൾ എഴുതി കൊടുത്തിട്ട് എൻ്റെ പാപ്പയ്ക്ക് ഈ വീട് മാത്രം കൊടുത്തത്? അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്കതൊന്നും അറിയില്ലേ. അവരും മരിച്ചുപോയില്ലേ. ഇല്ലെങ്കിൽ അവരോട് ചെന്ന് ചോദിക്കായിരുന്നു എന്തിനാ അങ്കിളിനോട് മാത്രം വേർതിരിവ് കാണിച്ചതെന്ന്. അവൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. ചോദിക്കണം, എല്ലാം ചോദിക്കണം. അവൾ എന്തോ ആലോചിച്ചതുപോലെ പതിയെ പറഞ്ഞു. നീ എന്തെങ്കിലും പറഞ്ഞോ? അവളെന്തോ പതിയെ പറയുന്നത് കേട്ട് അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. ഏയ്, അപ്പച്ചനും അമ്മച്ചിയും ജീവനോടുണ്ടായിരുന്നെങ്കിൽ അവരോട് ചോദിക്കാമെന്ന് പറഞ്ഞതാ. അവൻ ചോദിക്കുന്നത് കേട്ട് അവൾ മറുപടി പറഞ്ഞു. നീ എന്താടി കണക്ക് ചോദിക്കാൻ പോവാണോ? അവൻ വീണ്ടും ചോദിച്ചു. ഏയ്, ഞാനെന്തിനാ ചാച്ച കണക്ക് ചോദിക്കുന്നേ? എനിക്കും എൻ്റെ പപ്പയ്ക്കും മമ്മിക്കും ഒന്നും വേണ്ട. പിന്നെ എല്ലാവരും കൂടി അപ്പച്ചനെയും അമ്മച്ചിയും കൊന്നുവെന്ന് പറഞ്ഞ് എൻ്റെ ഇച്ചാനെ ജയിലിലാക്കിയില്ലേ. എല്ലാത്തിൻ്റെയും പിറകിൽ ഒരു ഉദ്ദേശമുള്ളതുപോലെ തോന്നി. അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. സാരമില്ല ചാച്ചാ, പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ നിന്ന് കേട്ടിട്ടില്ലേ? അത്രേ ഉള്ളൂ. അവൾ ചിരിയോടെ പറഞ്ഞു. അവനും ഒന്നും മിണ്ടാതെ അതിൻ്റെ മൂളി. അന്ന് വൈകിട്ട് ഗിരിയും ജസ്റ്റിനും ക്രിസ്റ്റിയും കൂടി ഒന്ന് കൂടാൻ തീരുമാനിച്ചിരുന്നു. എടാ ജസ്റ്റി, എന്നാലും നീ കാനഡയിൽ പോയെന്ന് പറഞ്ഞിട്ട് ഉള്ള നേരത്തേക്കാൾ ഒരുപാട് കുറഞ്ഞ് നീ അങ്ങ് മോശമായിപ്പോയല്ലോ. ഗിരി ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. അത് പിന്നെ അലച്ചിലായിരുന്നല്ലോ, അതിൻ്റെ ആകും. അവനും മറുപടി പറഞ്ഞു. എന്നാലും എത്ര അലച്ചിലാണെന്ന് പറഞ്ഞാലും വിദേശത്തൊക്കെ പോയിട്ട് വരുമ്പോൾ വെളുത്തല്ലേ വരുന്നത്. ഗിരി വീണ്ടും പറഞ്ഞു. നീ ഇങ്ങനെ പറഞ്ഞ് എന്നെ കൂടി ടെൻഷൻ അടിപ്പിക്കല്ലേ ഗിരി. ജസ്റ്റിൻ ദയനീയമായി പറഞ്ഞു. എടാ, നീ ശരിക്കും ഇത്രയും വർഷം കാനഡയിൽ തന്നെ ആയിരുന്നോ? അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ മരണം കഴിഞ്ഞ് പോയതല്ലേ നീ? അതിനിടെ നീ വന്നിരുന്നോ? ക്രിസ്റ്റി വീണ്ടും ചോദിച്ചു. 1-2 തവണ വന്നിരുന്നു. ഇവനില്ലായിരുന്നല്ലോ. പിന്നെ നിന്നെ വിളിക്കാൻ എൻ്റെ കയ്യിൽ നമ്പറൊന്നും ഇല്ലായിരുന്നു. ഞാൻ വരുമെങ്കിലും ഇവിടെ നിങ്ങളില്ലാത്തത് കൊണ്ട് അങ്ങനെ നിൽക്കത്തതൊന്നുമില്ല. അങ്കിളുമാരെയും മറ്റും കണ്ടിട്ട് ഞാനങ്ങ് പോകും, അത്രയേ ഉള്ളൂ. കുറേ നേരം സംസാരിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ജസ്റ്റിൻ അവിടെ നിന്നും പോയത്. എടാ ക്രിസ്റ്റി, സേറയോട് പറയണ്ടേ? അവൻ പോയതും ഗിരി അവനെ വിളിച്ചു. അവൾക്കറിയാം, എല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ അവളെ വിട്ടത്. ആദ്യം വിശ്വസിച്ചില്ല, പക്ഷെ ഞാൻ പറയുന്നത് ഒരിക്കലും കള്ളമാവില്ല എന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അവൻ മറുപടി പറഞ്ഞു. ഇപ്പോൾ അവൻ പൊങ്ങിയത് എന്തിനായിരിക്കും ഗിരി? ക്രിസ്റ്റി സംശയത്തോടെ അവനെ നോക്കി. ഒരു പിടിയുമില്ല ക്രിസ്റ്റി, ഗിരി മറുപടി പറഞ്ഞു. സൂക്ഷിക്കണം, ഇല്ലാതെ അവനെങ്ങോട്ട് വരില്ല. ക്രിസ്റ്റി എന്തോ ആലോചനയോടെ പറഞ്ഞു. ചിയേഴ്സ്. അവൻ മധ്യ ഗ്ലാസ് അയാൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. അയാളുടെ കയ്യിലിരുന്ന ഗ്ലാസ്സിലേക്ക് അവൻ്റെ ഗ്ലാസ് അടുപ്പിച്ചു. പരസ്പരം ഗ്ലാസ് മുട്ടിച്ച ശേഷം ഇരുവരും അത് ചുണ്ടിനോട് അടുപ്പിച്ചു. ക്രിസ്റ്റി, അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും പുന്നാര കൊച്ചുമോൻ, സ്വന്തം മക്കളുടെ മക്കളായ നിങ്ങളോട് പോലും ഇല്ലാത്ത സ്നേഹവും കരുതലുമായിരുന്നു അവർക്ക് രണ്ടുപേർക്കും അവൻ്റെ മേൽ. എവിടുന്നോ കയറി വന്ന ഒരു താന്തോന്നി. അതൊക്കെ പോട്ടെ, ആരും ഇല്ലാത്തതല്ലേ എന്ന് കരുതി അവനെ ഇവിടെ കയറ്റി താമസിപ്പിച്ചു. വിശക്കുമ്പോഴൊക്കെ ആഹാരം കൊടുത്തു, വസ്ത്രങ്ങൾ കൊടുത്തു. അതൊക്കെ ഞാനങ്ങ് ക്ഷമിച്ചു. എന്നിട്ട് അവസാനം സ്വത്തുക്കൾ എഴുതാൻ നേരം രണ്ടും കൂടി അങ്ങ് തീരുമാനിച്ചു. സ്വത്തുക്കൾ അവനും കൂടി തുല്യമായിട്ട് അങ്ങ് വീതിക്കാൻ. എന്ത് കാര്യത്തിന്? അവനാരാ അതിന്? അയാൾ ദേഷ്യത്തോടെ അവനെ നോക്കി പറഞ്ഞു. സാരമില്ലെങ്കിൽ വിട്ടേക്ക്. എന്തായാലും അവസാനം അങ്ങനെയൊന്നും നടന്നില്ലല്ലോ. അങ്കിള് മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ അങ്കിളിന് തന്നെ കൂടുതൽ കിട്ടിയില്ലേ? അവൻ ചിരിയോടെ പറഞ്ഞു. അതെ, അവസാനം അങ്ങനെ നേടിയെടുക്കേണ്ടി വന്നു. അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായപ്പോൾ തന്നെ ഞാനങ്ങ് ഇല്ലാതാക്കി രണ്ടിനെയും. എന്നായാലും ഒരു ദിവസം മരിക്കും. എങ്കിൽ പിന്നെ അത് കുറച്ച് നേരത്തെ ആയിക്കോട്ടെ എന്ന് ഞാൻ കരുതി.
അത് പുന്നാര കൊച്ചുമോൻ്റെ തലയിലങ്ങ് കെട്ടിവെക്കുകയും ചെയ്തു. 7 വർഷം ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ അവൻ ജയിലിൽ പോയി കിടക്കുകയും ചെയ്തു. അയാൾ പറഞ്ഞുകൊണ്ട് ചിരിച്ചു. അപ്പച്ചന് എഴുതാൻ അറിയാത്തത് കാര്യമായി. എഴുതി ഒപ്പിടുന്ന ആളായിരുന്നുവെങ്കിൽ വിരൽ പതിപ്പിക്കുമ്പോൾ സംശയം വന്നേനെ. ജസ്റ്റിൻ എന്തോ ഓർത്ത പോലെ പറഞ്ഞു. അത് ശരിയാ, ഒരു സംശയം തോന്നാതിരിക്കാൻ വേണ്ടി വളരെ ബുദ്ധിപൂർവ്വം ആലോചിച്ചല്ലേ നമ്മളന്ന് ഓരോ കാര്യവും ചെയ്തത്. അനിയന് വേണ്ടി ഈ വീട് എഴുതി കൊടുത്തു ഒക്കെ എനിക്ക് എഴുതി വെപ്പിച്ചതും പിന്നെ ഒട്ടും സംശയം തോന്നാതിരിക്കാൻ വേണ്ടി ആ പഴയ വീട് അവൻ്റെ പേരിലാക്കി കൊടുത്തതുമൊക്കെ. അയാൾ പുച്ഛത്തോടെ പറഞ്ഞു. എല്ലാം അവസാനിച്ചൊന്ന് കരുതണ്ട അങ്കിൾ. അത് ക്രിസ്റ്റിയാണ്. അവൻ അങ്ങനെയൊന്നും എല്ലാം അവസാനിപ്പിക്കില്ല. ഇപ്പോൾ സേറ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്തിനാണെന്ന് അങ്കിളിന് അറിയാലോ അല്ലേ? അവൻ അയാളെ നോക്കി സംശയത്തോട് ചോദിച്ചു. എനിക്കറിയാം. അവൾ അവൻ്റെ അടുത്തു നിന്ന് വഴക്കുണ്ടാക്കി ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ തന്നെ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിരുന്നു. അവർ തമ്മിൽ അങ്ങനെയൊന്നും ഉടക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ അപ്പച്ചനെ അമ്മച്ചയും കൊന്നു എന്നുള്ള കുറ്റത്തിന് ജയിലിൽ പോയി 7 വർഷം കിടന്നുവെന്ന് പറഞ്ഞിട്ടും അവൻ്റെ മിന്നെ ഏറ്റുവാങ്ങിയ അവൾ നിസ്സാര ഒരു കാര്യത്തിന് അവനോട് ഉടക്കി വരുമെന്ന് ഞാൻ വിശ്വസിക്കില്ല. പിന്നെ രണ്ടും കൂടി എൻ്റെ മുമ്പിൽ കിടന്ന് അഭിനയിച്ചപ്പോൾ ഞാനും ആ അഭിനയത്തിനങ്ങ് കൂട്ടുനിന്നു എന്ന് മാത്രം. അയാൾ പുച്ഛത്തോടെ പറഞ്ഞു. അവരപ്പച്ചൻ്റെ അമ്മച്ചിയുടെ മരണം തെളിയിക്കാൻ വേണ്ടി നടക്കുക. ക്രിസ്റ്റി ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വേണം ചെയ്യാൻ. അവൻ അയാളെ നോക്കി താക്കിയതുപോലെ പറഞ്ഞു. അവൻ ചെയ്യുന്നതൊക്കെ ചെയ്യട്ടെ, എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാനും ചെയ്യും. അയാൾ വാശിയോടെ പറഞ്ഞു. അല്ല, നിന്റെ ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു? അയാൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. ഒന്നും പറയണ്ട അങ്കിൾ. കൊല്ലം മലപ്പുറം ഒക്കെയാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. കോളേജിലൊക്കെ അത്യാവശ്യം വിറ്റ് പോകുന്നുണ്ട്. പിന്നെ +1 +2 കുട്ടികളെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. എന്ത് ചെയ്യാനാ, ഇപ്പോൾ എല്ലാ സ്കൂളിലും ഇതിനെപ്പറ്റിയുള്ള ബോധവൽക്കരണ ക്ലാസ്സൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ കുറേ കുട്ടികൾ ഇതിൽ നിന്നും പിന്മാറുന്നുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കുറച്ചുകൂടി ചിന്തിച്ച് ചെയ്യുന്നവരാ. അവിടെയാണ് നമുക്കൊരു അടി പറ്റുന്നത്. അവൻ അയാളെ നോക്കി പറഞ്ഞു. സൂക്ഷിക്കണം. ഇത്രയും വർഷം കുട്ടികളെ മുൻനിർത്തി നീ കളിച്ചു. പിടിക്കപ്പെട്ടാൽ അറിയാലോ, ഇവിടെയുള്ളവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് നീ കാനഡയിൽ എന്തോ വലിയ കമ്പനി തുടങ്ങാൻ പോയതെന്നാ. അയാൾ അവനെ നോക്കി പറഞ്ഞു. ഞാൻ പിടിക്കപ്പെട്ടാലും എന്നെ ഇറക്കാൻ അങ്കിളുണ്ടല്ലോ. അങ്കിളല്ലേ എനിക്കിതൊക്കെ പഠിപ്പിച്ചു തന്നത്. അവൻ ചിരിച്ചുകൊണ്ട് അയാളെ നോക്കി പറഞ്ഞതും അയാളും കുടിലമായി ചിരിച്ചു. 2 ദിവസങ്ങൾക്ക് ശേഷം രാത്രിയിൽ തലേണയും കെട്ടിപ്പിടിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങിയാണ് സേറ. ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് കേട്ടാണ് അവൾ കണ്ണുകൾ ചിമ്മി തുറന്നത്. ഉറക്കം നഷ്ടപ്പെട്ട ദേഷ്യത്തോടെ അവൾ കണ്ണുകൾ തുറന്ന് ഫോണിലേക്ക് നോക്കി. ഇച്ചായനെന്ന് കണ്ടതും അവൾ ചെറുചിരിയോടെ ഫോൺ എടുത്തു. സെറ, ഇച്ചായ. അവളും തിരികെ സ്നേഹത്തോടെ വിളിച്ചു. നീ ഉറങ്ങിയായിരുന്നോ? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. മയങ്ങി ഇച്ചായ. എന്തു പറ്റി? എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ലടി. നിന്നെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങാൻ തോന്നുക. ഞാൻ അങ്ങോട്ട് വരട്ടെ? അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. ആ ബാ. അവളും കുറുമ്പോടെ പറഞ്ഞു. ദേ വരുന്നു, ആ കഥകൊന്ന് തുറന്നിട്ടേക്ക്. അവൻ ചിരിയോടെ പറഞ്ഞതും അവൾ ഞെട്ടിപ്പോയി. ഇച്ചനെന്താ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? അവൻ പറയുന്നത് കേട്ട് അവൾ സംശയത്തോട് ചോദിച്ചു. പിന്നെ നീ എന്താ കരുതിയേ? ഈ നട്ടപ്പാതിരയ്ക്ക് ഞാൻ തമാശ പറഞ്ഞതാണെന്നോ? അവൻ തിരികെ അവളോടും ചോദിച്ചു. ആരെങ്കിലും കാണില്ല ഇച്ചായ? അത് വേണോ? അവൾ സംശയത്തോടെ നോക്കി. ആരും കാണില്ല, നീ വാതിൽ തുറക്കും, ഞാൻ ഇപ്പം വരാം. അവൻ പറഞ്ഞതും അവളൊന്ന് മൂളി. അവൻ വീടിൻ്റെ മുൻപിൽ വരുമ്പോൾ മിസ് കോൾ ചെയ്യാമെന്ന് പറഞ്ഞതും അവൾ മൂളിക്കൊണ്ട് ഫോൺ വെച്ചു. അവൾ പുതപ്പ് മാറ്റിക്കൊണ്ട് കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവളുടെ ഫോണിലേക്ക് ഒരു മിസ് കോൾ വന്നിരുന്നു. അവൾ പതിയെ അവളുടെ റൂമിൻ്റെ വാതിൽ തുറന്നിറങ്ങി. പിന്നെ ചുറ്റിനും ഒന്ന് നോക്കിക്കൊണ്ട് അവൾ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴെ ഹാളിൻ്റെ വാതിലിൻ്റെ അടുത്തേക്ക് ചെന്നു. പിന്നെ ശബ്ദമുണ്ടാക്കാതെ പതിയെ ഹാളിലെ വാതിൽ തുറന്നു. അവൾ ഹാളിൻ്റെ വാതിൽ തുറന്നതും മുൻപിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ക്രിസ്റ്റി. അവനെ കണ്ടതും സന്തോഷത്തോടെ അവൾ അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. അധികം നേരം ഇവിടെ നിൽക്കണ്ട. അയാൾ മാത്രമല്ല, നിന്റെ ആങ്ങളെ ഇവിടെ ഉണ്ടല്ലോ, വാ. അവൻ അവളുടെ കൈയും പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടി. പിന്നെ അവളുടെ റൂമിലേക്ക് നടന്നു. അവരിരുവരും റൂമിലേക്ക് വന്നതും അവൻ റൂമിൻ്റെ വാതിലടച്ചിട്ട് അവളെ അടിമുടിയൊന്ന് നോക്കി. എന്താണ് മോനെ ക്രിസ്റ്റി, വല്ലാത്തൊരു നോട്ടം? അവൾ ഇളിയിൽ കൈകൊത്തി നിന്നുകൊണ്ട് അവനോട് ചോദിച്ചു. എത്ര ദിവസമായി നിന്നെ ഒന്ന് കണ്ടിട്ട്? അവൻ ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു. ഞാൻ 2 ദിവസം വീഡിയോ കോൾ ചെയ്തിരുന്നല്ലോ. അപ്പം എന്നെയല്ല ഞാൻ കണ്ടത്. അവൾ തിരികെ കുറുമ്പോടെ അവനെ നോക്കി. പിന്നെ ചെറിയൊരു സ്പേസിൽ നിന്റെ മുഖം മാത്രം കാണുന്നതുകൊണ്ട് എനിക്കെന്താ ഗുണം? ഇതുപോലെ മൊത്തത്തിലൊന്ന് കാണണ്ടേ? അവൻ താടി ഒഴിഞ്ഞുകൊണ്ട് അവളെ മുഴുവനായി ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഓഹോ, അങ്ങനെ എങ്കിലിത് വീഡിയോ കോൾ ചെയ്യുമ്പോൾ പറഞ്ഞാൽ പോരായിരുന്നോ? ഞാൻ എഴുന്നേറ്റ് ഒന്ന് കാണിച്ചു തരാമായിരുന്നല്ലോ. അവൾ തിരികെ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. അവളവനെ കളിയാക്കുകയാണെന്ന് അവന് മനസ്സിലായി. നീ എന്നെ കളിയാക്കുവല്ലേ? കാണിച്ചു തരാട്ടോ. അവൻ പറഞ്ഞുകൊണ്ട് ഷർട്ടിൻ്റെ ബട്ടൺസ് അഴിച്ചിട്ട് അവളുടെ അടുത്തേക്ക് നടന്നതും അവൾ കുറുമ്പോടെ അവനെ നോക്കിക്കൊണ്ട് പുറകിലേക്ക് നടന്നു. എല്ലാം മല്ലേ? അവൻ പാടിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നിട്ട് ബട്ടൺസ് അഴിച്ചു. അവൻ വരുന്നതനുസരിച്ച് പുറകിലേക്ക് മാറിക്കൊണ്ടിരുന്നു. അല്ല, അവൻ പാടിയതിന് മറുപടിയായി അവൾ കുറുമ്പോടെ പറഞ്ഞു. അല്ലേ? അവൻ തിരികെ കുസൃതിയോടെ വീണ്ടും ചോദിച്ചു. അല്ല, അവൾ വീണ്ടും പറഞ്ഞു. ഒടുവിൽ പുറകിലേക്ക് പോയി അവൾ ഒരു ഭിത്തിയിൽ തട്ടി നിന്നു.
അവൻ ഷർട്ട് മാറി കട്ടിലിലേക്ക് ഇട്ടുകൊണ്ട് ഭിത്തിയോട് ചേർന്ന് നിൽക്കുന്ന അവളുടെ ഇരു സൈഡിലും കൈകൾ കൊണ്ട് ലോക്ക് ചെയ്തു. അവൾ പുരികം പൊക്കി അവനോട് എന്താണെന്നുള്ള അർത്ഥത്തിൽ ചോദിച്ചു. അവൻ ചുണ്ടുകൾ കുറിപ്പിച്ച് ഉമ്മ എന്ന് കാണിച്ചതും അവൾ അവളുടെ കൈകൾ കൊണ്ട് അവൻ്റെ വാ പൊത്തി. അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. പിന്നെ അവളുടെ ഇരു കണ്ണുകളിലും ഒന്ന് ചുംബിച്ച അവൾ അവൻ്റെ കവിളിലും ചുണ്ടുകൾ ചേർത്തു. പിന്നെ അവൻ്റെ വായിൽ പൊത്തിപ്പിടിച്ചിരുന്ന കൈകൾ എടുത്തു. അവൻ ഒന്നുകൂടി അവളിലേക്ക് ചേർന്ന് നിന്നു. അവളുടെ നെറ്റിയിലേക്ക് കിടന്നിരുന്ന കുഞ്ഞു മുടികളെ മാടി ഒതുക്കിക്കൊണ്ട് അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു. അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് ഓടി നടന്നു. അവളും അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. അവൻ്റെ കണ്ണുകൾ അവളുടെ ചുണ്ടിലെത്തി നിന്നു. അവളുടെ ചുണ്ടിനെ ചൂണ്ടുവിരൽ കൊണ്ടും തള്ളവിരൽ കൊണ്ടും അവനൊന്ന് പതിയെ ഞെവിടി. ഇച്ഛ! അവൾക്ക് വേദനിച്ചതും അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു. അവൻ അവളുടെ പിന്തലയിൽ പിടിച്ച് അവളുടെ മുഖം അവൻ്റെ നേരെ അടുപ്പിച്ചു. അവൾ അവൻ്റെ കൈത്തണ്ടയിൽ പിടിമുറുക്കി. അവൻ അവളെ അവൻ്റെ മുഖത്തിൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചിട്ട് അവളുടെ ചുണ്ടിലൊന്ന് അമർത്തി മുത്തി. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ചു. അവൻ അവൻ്റെ പല്ലിനാൽ അവളുടെ ചുണ്ടിലൊന്ന് കടിച്ചു. അവളാണെങ്കിൽ എരിവ് വലിച്ചു. അവൻ പതിയെ അവളുടെ കീഴ്ചുണ്ടിൽ ചുംബിച്ചു. അവൾ ഒന്നുകൂടി അവനോട് ചേർന്ന് നിന്നു. ഇടുപ്പിൽ കൂടി കൈ ചുറ്റി. ഏതോ നിമിഷത്തിൽ അവളും തിരികെ അവനെ ചുംബിച്ചു തുടങ്ങിയിരുന്നു. അവളുടെ ചുണ്ടുകളെ വേർപ്പെടുത്താതെ തന്നെ അവൻ അവളുമായിട്ട് കട്ടിലേക്ക് കിടന്നു. ഇരുവരും പരസ്പരം മറന്ന് ചുംബിച്ചു. അവൻ്റെ കരങ്ങൾ അവളുടെ ശരീരത്തിൽ അലഞ്ഞു നടന്നു. അവൾ അവൻ്റെ മുതുകിൽ കരങ്ങൾ അമർത്തി. നിമിഷങ്ങൾക്ക് ശേഷമുള്ള ചുംബനത്തിന് ശേഷം അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി. അവൾ ചിരിയോടെ അവൻ്റെ തലയിൽ വിരൽ കടത്തിയതും അവൻ അവളെ ചുറ്റിപ്പിടിച്ച് അവളുടെ കവിളിൽ ചുണ്ടുകൾ ചേർത്തു. വെളുപ്പിന് അലാറം അടിക്കുന്ന സൗണ്ട് കേട്ടാണ് അവൾ കണ്ണുകൾ തുറന്നത്. അവൾ ഉറക്കത്തിൽ നിന്നും കണ്ണുകൾ തുറന്ന് നോക്കിയതും കണ്ടത് തൻ്റെ മാറിൽ തലവെച്ചുറങ്ങുന്ന ക്രിസ്റ്റിയാണ്. അവന് പോകാൻ വേണ്ടിയിട്ട് അലാറം വെച്ചതായിരുന്നു. ഇച്ചായ, ഇച്ചായ എഴുന്നേക്ക്, 4 മണിയായി. അവൾ അവൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട് വിളിച്ചതും അവൾ കണ്ണുകൾ തുറന്നു. പിന്നെ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. 5 മണിയാകുമ്പോൾ വലിയൊപ്പം നടക്കാൻ എഴുന്നേക്കും. അതിനു മുമ്പ് ഇവിടുന്ന് പോവാൻ നോക്കി ചായ പറഞ്ഞതും അവൻ കട്ടിയിൽ കിടന്ന ഷർട്ട് എടുത്തിട്ടുകൊണ്ട് എഴുന്നേറ്റു. പിന്നെ മുഖമൊക്കെ കഴുകി വന്നു. അവൻ അവളോടൊപ്പം താഴേക്ക് ഇറങ്ങാൻ പോയപ്പോഴാണ് ജസ്റ്റിൻ്റെ റൂമിൽ നിന്നും എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നത് അവർ കേട്ടത്. ആരാ ചായ? അവൾ സംശയത്തോട് ചോദിച്ചതും ചുണ്ടിൽ വിരൽ വെച്ചുകൊണ്ട് മിണ്ടരുതെന്ന് ആക്ഷൻ കാണിച്ചു. പിന്നെ അവൻ്റെ മുറിയുടെ അടുത്തേക്ക് നടന്നു. അവൻ വാതിലിൽ ചെവി വെച്ചു. ജസ്റ്റി! ആ, നോ, വേണ്ട! വികാരത നിറഞ്ഞ ഒരു പെൺശബ്ദം. ഈ സൗണ്ട് ഇച്ചായി, ഇത് സ്റ്റെല്ല ചേച്ചിയല്ലേ? അവൾ പതുക്കെ അവനോട് പറഞ്ഞതും അവനവളുടെ വാ പൊത്തിപ്പിടിച്ചു. മിണ്ടാതിരിക്കുക! അവൻ പതിയെ പറഞ്ഞതും അവൾ തലയാട്ടി. അവർ വീണ്ടും വാതിലിലേക്ക് ചെവി വെച്ചു. ജസ്റ്റി! വീണ്ടും അവളുടെ ശബ്ദം. അയ്യേ, ഈ ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? അവൾ വീണ്ടും പറഞ്ഞു. വാ! അത് കേട്ട് അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. ഇച്ചായി, ഇത് എങ്ങോട്ട് കൊണ്ടുപോവാ? അത് സ്റ്റെല്ല ചേച്ചി തന്നെയാണോന്ന് നോക്കണ്ടേ? അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് കുതിരി. എടി മിണ്ടാതിരിക്ക്! നമ്മളിതൊന്നും അറിഞ്ഞു എന്ന് അവനെ അറിയാൻ പാടില്ല. എന്നാലും അത് സ്റ്റെല്ല ചേച്ചി തന്നെയാണോന്ന് നോക്കണ്ടേ ഇച്ചായ? അവൾ സംശയത്തോട് ചോദിച്ചു. നോക്കാം, നീ ഇവിടെ നിൽക്ക് പറഞ്ഞതും അവൾ അവിടെ അവനോടൊപ്പം നിന്നു. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും ജസ്റ്റിൻ്റെ റൂമിൻ്റെ വാതിൽ തുറന്നു. ക്രിസ്റ്റി മിണ്ടരുതെന്ന് പറഞ്ഞതും അവൾ ഇല്ലാന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. ജസ്റ്റിൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചുറ്റിനും വന്ന് നോക്കി. ആരുമില്ലെന്ന് ഉറപ്പിച്ചതിന് ശേഷം അവൻ പുറകിൽ ആരെയോ കണ്ണു കാണിച്ചതും അവളും ഇറങ്ങി. അവർ കരുതിയതുപോലെ സ്റ്റെല്ല തന്നെയായിരുന്നു അത്. അവളെ കണ്ടതും ക്രിസ്റ്റിയും സെറയും പരസ്പരം നോക്കി. ജസ്റ്റിൻ അവളെയും കൂട്ടി താഴേക്ക് ചെന്നു. പിന്നെ കാറിൻ്റെ കീയും എടുത്ത് അവൻ അവളെയും കൊണ്ടുപോയി. ഇവർ തമ്മിൽ റിലേഷനിലായിരുന്നോ? സെറ സംശയത്തോടെ അവനോട് ചോദിച്ചു. എന്ത് റിലേഷൻ? അവൻ്റെ കഴപ്പ് തീർക്കാൻ ഒരുത്തി, അത്രയേ ഉള്ളൂ. അവളും അത് തന്നെ. അല്ലാതെ പ്രത്യേകിച്ച് അവർ തമ്മിലൊരു റിലേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ എന്തോ ആലോചനയോടെ പറഞ്ഞു. ഇച്ചായ, നമ്മൾ എങ്ങനെയാണ് അന്ന് നടന്നത് എന്താണെന്ന് കണ്ടുപിടിക്കുന്നത്? എത്ര നാൾ ഞാനിവിടെ ഇങ്ങനെ താമസിക്കേണ്ടി വരും? അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. അറിയില്ല, ഞാൻ ജസ്റ്റിനോട് പറഞ്ഞു നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന്. മനഃപൂർവ്വം തന്നെ ഞാൻ പറഞ്ഞതാ. അതെന്തായാലും അയാളുടെ ചെവിയിലെത്തിക്കാണും. നിന്റെ കണ്ണും കാതും എപ്പോഴും അവരുടെ രണ്ടുപേരുടെയും കൂടെ ഉണ്ടായിരിക്കണം. അവരെന്തായാലും ഇതിനെപ്പറ്റി ഒന്നും തന്നെ സംസാരിക്കാതിരിക്കില്ല. അതുമാത്രമല്ല, നാളെ മുതൽ നീ ഓഫീസിലേക്ക് പോകണം. അവിടെ ഒരുപാട് തിരിമറികൾ നടക്കുന്നുണ്ട്. അയാൾക്കും അവനും അവകാശമുള്ളതുപോലെ നിനക്കും ആ ഓഫീസിൽ അവകാശമുണ്ട്. എപ്പോൾ വേണമെങ്കിലും അവിടെ കയറി ചെല്ലാനും അവിടുത്തെ ഓഫീസ് കാര്യങ്ങളിൽ ഇടപെടാനും ഒക്കെ നിനക്കും അവകാശമുണ്ട്. നാളെ മുതൽ നീയും ഓഫീസിലേക്ക് പോകണം. അവിടുത്തെ ഫയലുകളെല്ലാം നീ പരിശോധിക്കണം. പക്ഷേ ഇച്ചായ, ഇങ്ങനെ പരിശോധിച്ചാൽ എങ്ങനെയാ എന്താണെന്നൊന്നും എനിക്കറിയില്ലല്ലോ. അവൾ സംശയത്തോടെ അവനോട് പറഞ്ഞു. നീ അതിൻ്റെ എല്ലാം ഫോട്ടോസ് എനിക്ക് അപ്പോൾ തന്നെ അയച്ചു തരണം. ഞാൻ ചെക്ക് ചെയ്തോളാം. എനിക്കൊരിക്കലും അവിടേക്ക് കയറി വന്ന ഫയലുകൾ പരിശോധിക്കാൻ പറ്റില്ല. പക്ഷെ നീ അങ്ങനെയല്ലല്ലോ. ആർക്കും സംശയം തോന്നാത്ത വിധം വേണം നീ അവിടെ നിൽക്കാൻ. ഞാൻ പറയുന്നതൊക്കെ നിനക്ക് മനസ്സിലായല്ലോ? അവൻ പറഞ്ഞതും അവൾ തലയാട്ടി. അവൻ അവളെയും കൂട്ടി താഴേക്കിറങ്ങി. പിന്നെ ഹാളിൻ്റെ വാതിലിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു. പോട്ടെ, നാളെ ഉച്ചയ്ക്ക് മിത്രയുടെ വീട്ടിലേക്ക് വരുമ്പോൾ കാണാം. അവൻ അവളുടെ കവിളിലൊന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞതും അവൾ ചിരിയോടെ തലയാട്ടി. അവൻ അവളെ ഒന്ന് നോക്കിയിട്ട് പുറത്തേക്കിറങ്ങി. ഇച്ചായ! പുറകിൽ നിന്നും അവൾ വിളിച്ചതും അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ തിരിഞ്ഞു നോക്കി. അവൾ ഓടിച്ചെന്ന് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ലവ് യു! അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ കവിളിൽ ചുണ്ടുകൾ ചേർത്തു. ലവ് യു ടു!
അവൻ തിരികെ അവളുടെ നെറുകയിലൊന്ന് തലോടി പറഞ്ഞതും അവൾ അവനെ നോക്കി കണ്ണുകൾ ചിമ്മി കാണിച്ചു.